Hi guys, and welcome to our YouTube channel. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച BM പൊക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ട് വന്നത്. നമ്മൾ കുറച്ചൊരു റിവ്യൂ പറയാനായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി ഇത് BMW 2008 BMW 335i ആണ്. മാനുവൽ റിയൽ വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ E92 ചാസിയാണ് വരുന്നത്, 2 ഡോർ കൂപ്പ്. നമ്മൾ വണ്ടി കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു, വണ്ടി പൊക്കി. വണ്ടി ഇങ്ങോട്ട് ടോ ചെയ്താണല്ലോ കൊണ്ടുവന്നത്. വണ്ടിക്കൊരു കൂളൻ ലീക്ക് ഉണ്ട്. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് വെറുതെ ചാൻസ് എടുക്കണ്ടല്ലോ എന്നോർത്ത് നമ്മൾ വണ്ടി ടോ ആണ് ചെയ്തത്. വേറെ വണ്ടി ഡ്രൈവബിലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. വേറെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് കൺസേൺ ആയിട്ടുണ്ട്. കൂളൻ ലീക്ക് ഉണ്ട്. അതുപോലെ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു ചാറ്ററിങ് നോയ്സ് വരുന്നുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇതർ ഫ്ലൈ വീലോ അതല്ലെങ്കിൽ ബെൽറ്റിൻ്റെ പുള്ളിയുടെ ഇഷ്യൂ ആയിരിക്കണം. നമ്മൾ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല, അത് നോക്കണം. പിന്നെ നമുക്കൊരു കൺസേൺ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഓയിൽ ഫിൽട്ടർ ഹൗസിങ് ലീക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഉടനെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കോസ്മെറ്റിക് വൈസ് ഹെഡ്ലൈറ്റൊക്കെ ഫോഗി ആയിട്ടുണ്ട്. ബമ്പറിലൊക്കെ കുറച്ച് ചിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ പാനലിൻ്റെ ട്രിമ്മ്, അതുപോലെ സെൻട്രൽ കൺസോളിലെ ട്രിമ്മ് കാര്യങ്ങളൊക്കെ മുഴുവൻ പൊട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ വിട്ടുകിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഇനി അതിൻ്റെ പാർട്സൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് അത് വന്നിട്ട് വേണം ഇത് ബാക്കി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കോറൽ റെഡ്, ഫാക്ടറി കോറൽ റെഡ് ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ വരുന്നത്. കോറൽ റെഡ് ഇൻറ്റീരിയർ വിത്ത് ആൽപൈൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റയർ സ്പെക്കാണ്. ആളുകൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു കളറാണ്. വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ, റീവീൽ ഡ്രൈവ്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. പിന്നെ ടയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് സ്റ്റോക്ക് അലോയ് ആണ്. പക്ഷേ ടയർ വരുന്നത് മിഷലിൻ്റെ പൈലറ്റ് 4 ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ടയേഴ്സ് ആണ്. നമുക്ക് ഈവൻ ട്രാക്കിലൊക്കെ ഇറക്കണമെങ്കിലും അത്യാവശ്യം നല്ല ഗ്രിപ്പി ടയറാണ്. അതുപോലെ ടയറിൻ്റെ സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ വരുന്ന സൈസ് 225, റിയർ വരുന്നത് 255 ആണ്. പിന്നെ ഈ മോഡലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രീ LCI മോഡലാണ്. അതുകൊണ്ട് തന്നെ ടെയിൽ ലൈറ്റ് നമുക്ക് കാണാം. പ്രീ LCIയുടെ ഒരു പഴയ മോഡൽ ടെയിൽ ലൈറ്റാണ് വരുന്നത്. അത് നമ്മൾ മിക്കവാറും ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്പോയിലർ നമ്മൾ ചിലപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ കോസ്മെറ്റിക് വൈസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബമ്പറിലൊക്കെ കുറേ മാർക്കുകൾ കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം. പിന്നെ ഒരു E9X ജനറേഷനിൽ വരുന്നൊരു കൺസേൺ ആണ് നമ്മുടെ എക്സോസിൻ്റെ ഫ്ലാപ്പിൻ്റെ ഒരു റാറ്റ്ലിംഗ് നോയ്സ് ഉണ്ട്. അപ്പം ഇതിനൊരു ആക്റ്റീവ് എക്സോസ്റ്റ് വരുന്നുണ്ട്. കോൾഡ് സ്റ്റാർട്ടിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് വൺസ് വാമപ്പ് ആയി കഴിയുമ്പം അതിൻ്റെ വാൽവ്സ് ഓപ്പൺ ആവും. പക്ഷേ ഇതിൻ്റെ ഫാക്ടറി ഒരു ഇഷ്യൂ ആണ്. അത് ആ ഫ്ലാപ്പിന് ചെറിയ റാറ്റ്ലിംഗ് സൗണ്ട് വരാറുണ്ട്. ആ ഇഷ്യൂ നമുക്ക് ഒരു എക്സോസ്റ്റ് അപ്ഗ്രേഡിലൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഇത് ഇപ്പം പറഞ്ഞ റാറ്റിലെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ വാക്യൂം ലൈൻ പിടിപ്പിച്ചിട്ടാൽ മതി. അപ്പോൾ അന്നേരം വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പിന്നെ പ്രീവിയസ് ഓണറിൻ്റെ മോഡിഫിക്കേഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇത് കാർബൺ ഫൈബറിൻ്റെ ഒരു മിറർ ക്യാപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ അറിയാം. ജസ്റ്റ് ഒരു മിറർ ക്യാപ്പ് ജസ്റ്റ് ഇതിൻ്റെ സ്റ്റോക്ക് ഇതിൽ മുകളിലോട്ട് മൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അത് പേഴ്സണലി ഞങ്ങൾക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല. അപ്പോൾ അത് മിക്കവാറും ചിലപ്പോൾ ഭാവിയിൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്യുമായിരിക്കും. അതുപോലെ ഫ്രണ്ട് ലിപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് BMW M-Tech ബമ്പർ റെപ്ലിക്ക ചെയ്യുന്ന കൂട്ടൊരു ഫ്രണ്ട് ലിപ്പാണ് വരുന്നത്. അതും നമ്മൾ മിക്കവാറും ഒരു M3 അല്ലെങ്കിൽ റിയൽ M-Tech ബമ്പറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. പിന്നെ പോയിട്ട് ഗ്രില്ല് നോക്കി കഴിഞ്ഞാൽ കാണാം, ഗ്രില്ലൊക്കെ അപ്പടി ഫെയ്ഡായിട്ടുണ്ട്. സാധാരണ OEM സിൽവർ കളറാണ് വരുന്നത്. ഇത് ബ്ലാക്കിലേക്ക് പ്രീവിയസ് ഓണർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് വണ്ടിയുടെ ഹുഡും തുറന്ന് നോക്കാം. ഹുഡ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റും വണ്ടി ഫുള്ളി സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് എയർ ഫിൽട്ടർ ആണ് വരുന്നത്. വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും നിലവിൽ ഒന്നും വരുത്തിയിട്ടില്ല. ഇതാണ് കൂളന്റ് റിസർവോയർ വരുന്നതാണ്. ഇത് 2 ടർബോയിലേക്ക് പോകുന്ന വാക്യൂം കാനിസ്റ്റേഴ്സ് ആണ്. പിന്നെ N54ന്റെ ടർബോസ് വരുന്നത് അങ്ങ് താഴെയായിട്ടാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അവർ താഴെയായിട്ട് 2 ടർബോ വരുന്നുണ്ട്. ട്വിൻ ടർബോ ആണ് വരുന്നത്. നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ലീക്ക്, ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ലീക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മേജർ ഫിൽട്ടർ ഹൗസിംഗ് ലീക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിൽട്ടർ ഹൗസ് ലീക്ക് ആകുമ്പോൾ നേരെ അത് ഡ്രിപ്പ് ചെയ്യുന്നത് നമ്മുടെ സെർപ്പന്റൈൻ ബെൽറ്റിലേക്കാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് അതിന്റെ ബെൽറ്റ് സ്ലിപ്പായി ക്രാങ്ക് ഹബിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അതൊരു മേജർ കൺസേൺ ആയിട്ട് എടുക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ പവർ സ്റ്റിയറിംഗ് റിസർവോയർ ലീക്കാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഒരു E9 ചാസിയിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ലീക്കാണത്. പിന്നെ നമുക്ക് സിലിണ്ടർ 4 ഒരു മിസ്ഫയർ കാണിക്കുന്നുണ്ട്. അതിൻ്റെയാണ് എഞ്ചിൻ ലൈറ്റ് ഓണായി കിടക്കുന്നത്. അത് നമുക്ക് അഡ്രസ് ചെയ്യാനുണ്ട്. ഇതർ കോയിൽ പാക്കോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗോ ആയിരിക്കാം ഹോപ്പ്ഫുള്ളി. അതല്ലെങ്കിൽ നമ്മൾ ഫർദർ ഫ്യൂൽ ഇഞ്ചക്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകേണ്ട വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ അത്യാവശ്യം സ്നോയും കാര്യങ്ങളൊക്കെ മെൽറ്റായി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഡ്രൈവ് വലിയ സീൻ വരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഈ വണ്ടിയിൽ വരുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് KWന്റെ കോയിൽ ലോവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ റഫ് റൈഡ് വണ്ടിക്കുണ്ട്. അത് നാച്ചുറൽ ആണ്. കോയിൽ ലോവേഴ്സ് റൺ ചെയ്യുന്നവർക്ക് അറിയാം. കോയിൽ ലോവേഴ്സ് റൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡിലിംഗ് എബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. നമുക്ക് വണ്ടിയിലുള്ളൊരു കോർണറിങ് ചെയ്യുമ്പോൾ വണ്ടിയുടെ കോൺഫിഡൻസ് നമുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. ബോഡി റോള് ഭയങ്കരമായിട്ട് കുറയും. വണ്ടി കുറച്ചും കൂടി സ്റ്റിഫറാവും. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ചെറിയൊരു സ്ക്വീക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു തണുപ്പിൻ്റെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പം വെതർ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിയറിംഗ് റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമുള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയണേ, ബ്ലോ ഓഫിൻ്റെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയിൽ സ്റ്റോക്ക് വരുന്നത് ഡൈവേർട്ടർ വാൽവാണ്. അപ്പോൾ അതിന് ടർബോ നോയ്സസ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. വണ്ടിയിൽ വരുന്നത് 3 ലിറ്റർ ഇൻലൈൻ 6 ട്വിൻ ടർബോ ചാർജിന് എഞ്ചിനാണ് വരുന്നത്. N54 എന്ന് പറയുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് പവർ എന്ന് പറയുന്നത് 300 ഹോഴ്സ് പവറും 300 പൗണ്ട് ഫീറ്റ് ഓഫ് ടോർക്കുമാണ്. ഈവൻ 300 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹോഴ്സ് പവർ ആണ്. ഒരു ഫൺ ടു ഡ്രൈവ് ആണ്. ഈവൻ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു പവർ വണ്ടിക്കുണ്ട്. ആദ്യം മെൻഷൻ ചെയ്ത പോലെ തന്നെ വണ്ടിക്ക് സ്റ്റിൽ കൂളൻ ലീക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം പുഷ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം മറ്റേ ഓയിൽ ലീക്കിൻ്റെ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു. അത് സെർപ്പന്റൈൻ ബെൽറ്റൊക്കെ ആകെ ഓയിൽ സോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറുതായി ഒരു ചാൻസ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു പുഷൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു റൈഡിന് വേണ്ടി വന്നതാണ്. വണ്ടി എങ്ങനെയുണ്ട് ഹാൻഡിലിംഗ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട്. കൂളൻ ലീക്ക് നമ്മൾ ഇതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. കൂളൻ ലീക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. ഈവൻ വാട്ടർ പമ്പിൻ്റെ അവിടെ നിന്നായിരിക്കാം, തെർമോസ്റ്റാറ്റിൻ്റെ അവിടെ നിന്നായിരിക്കാം, റേഡിയേറ്റർ ഹോസുകളായിരിക്കാം. അപ്പം വെതറൊന്ന് സെറ്റായി കഴിഞ്ഞ് നമുക്ക് വണ്ടിയുടെ അടി കയറി നോക്കണം എവിടെ നിന്നാണ് ലീക്ക് എന്നുള്ളത്. എൻ്റെ ഒരു ബെറ്റ് അനുസരിച്ച് ഏതെങ്കിലും ഒരു റേഡിയേറ്റർ ഹോസ് ആവാനാണ് സാധ്യത. ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ അത്യാവശ്യം കാല് കൊടുത്തിട്ട് ക്ലച്ച് സ്ലിപ്പേജ് ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. ക്ലച്ച് പെഡലിൽ കുറച്ച്
കുറച്ച് സോഫ്റ്റാണ്. സാധാരണ ഈ വണ്ടിയിൽ വരുന്ന കുറച്ചുകൂടെ സ്റ്റിഫറായിട്ടാണ് ക്ലച്ച് വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വണ്ടി ഫുൾ സ്റ്റോക്കാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സമ്മറോട് കൂടി വണ്ടി ഫുൾ ബോട്ടോൺ സ്റ്റേജ് 2+ അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി വൺസ് ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പവർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇത് സ്റ്റോക്ക് വണ്ടി നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ ഓരോ മോഡിഫിക്കേഷൻസ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ആ പവർ ഗെയിൻ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതാണ്. അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ടറിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് തന്നെ ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും കൂളൻ്റ് ലീക്കായി കിടക്കുന്നത്. അടിയിൽ നോക്കിയാലും കൂളൻ്റ് ഡ്രിപ്പാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂളൻ്റ് ലീക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി അധികം കൂടുതൽ ഓടിക്കുന്നില്ല. ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമുക്ക് തണുപ്പൊന്ന് കുറയുമ്പോഴത്തേക്കും നമ്മുടെ കൂളൻ്റ് ലീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത പോലെ തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴുള്ള സ്ക്വീക്കിംഗ് നോയ്സും അതുപോലെ ബെൽറ്റ് ആൻഡ് പുള്ളിയുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതും ഫിക്സ് ചെയ്യണം. അതുപോലെ ഫിൽട്ടർ ഹൗസിങ്ങിൻ്റെ ലീക്ക് അതും ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് ഉടനെ. അപ്പോൾ നമ്മളൊരു മിഡ് സ്പ്രിംഗ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ പ്രോബ്ലംസ് ഒക്കെ ടാക്കിൾ ചെയ്യണമെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് വിനീതാണ് തന്നെ പറയാനുള്ളത്. അപ്പം നമ്മൾ മുമ്പേ ബ്രിട്ടോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം അഡ്രസ്സ് ചെയ്യണം. പിന്നെയാണ് മെയിൻ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ആണ്. അപ്പോൾ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ആണ് നമ്മൾ ഇനീഷ്യലി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് കൺസേൺ. പിന്നെ കൂളൻ ലീക്ക്, അപ്പം അത്യാവശ്യം കുറച്ച് കൂടുതൽ കൂളൻ ലീക്ക് ഉണ്ട്, അതും ഫിക്സ് ചെയ്യണം. നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സ് അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നു. അതിനെ ഓരോ വർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ടിന് താങ്ക്സ്. പീസ്.